എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആഴ്ചയിൽ 6 ദിവസവും ക്ലാസ്സിലായിരിക്കും. എന്നിട്ട് ഏഴാമത്തെ ഒരു ദിവസമാണ് നമുക്ക് ലീവ് കിട്ടുക. ഈ 6 ദിവസം പഠിപ്പിച്ചൊന്നും ഏഴാമത്തെ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് യദു ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഹൈബ്രിഡ് സംവിധാനത്തിൽ നമ്മൾ വരുമ്പോൾ ഒരു ഗുണം, നമുക്ക് ഈ ഒന്നിടവിട്ട ദിവസം മാത്രം ആ ക്ലാസ് റൂമിൽ വന്നിരിക്കേണ്ടത് അല്ലേ. ദിനേശ് സാർ ഇപ്പോൾ ഫിസിക്സിനെല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ആയ ദിനേശ് സാർ അപ്പോൾ വരും എന്നിട്ട് പറയും ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ എന്തോ ടഫ് ഉണ്ടായിരുന്നു കേട്ടു, അതൊന്നും കാര്യമല്ല. ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ യദുവിൻ്റെ മാർക്ക് എവിടെ എത്തി എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഹായ്, എല്ലാവരും അങ്ങനെ +2 എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് പുതിയ റിപ്പീറ്റർ കോഴ്സിനൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിങ്ങൾ പരിചയപ്പെടേണ്ട ഏതാണ്ട് നിങ്ങളെപ്പോലെ കഴിഞ്ഞ വർഷം ഇരുന്ന ഒരാൾക്കൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് യദുവാണ്. യദുവിൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിൽ എവിടെയാണ് യദുവിൻ്റെ വീട്? പരിയാരം, വിളയാങ്കോട് എന്ന് പറയും. പരിയാരത്താണ് നമ്മളുടെ മെഡിക്കൽ കോളേജൊക്കെ ഉള്ളത്. അതിനൊക്കെ അടുത്താണോ വീട് വരുന്നത്? ഒരു 5 മിനിറ്റ്. പരിയാരത്ത് ഒരു മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. അവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരത്തിലായിട്ടാണ് യദുവിൻ്റെ വീട്. യദു കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ്. യദു കൃഷ്ണ എന്നാണ് യദുവിൻ്റെ മുഴുവൻ പേര്. ഇപ്പോൾ യദു ഇരിക്കുന്നത് കോഴിക്കോട്ടെ സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസിലാണ്, എൻ്റെ മുറിയിലാണ്. എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. പക്ഷേ ആക്ച്വലി യദു പഠിച്ചത് ഈ ക്യാമ്പസിലല്ല, ഞങ്ങളുടെ തൃശ്ശൂർ ക്യാമ്പസിലാണ് യദു പഠിച്ചത്. യദുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത, യദു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെപ്പോലെ തന്നെ നീറ്റ് എഴുതിയിട്ട് എത്ര മാർക്കായിരുന്നു യദുവിന് വന്നത്? 263 മാർക്ക്. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം +2 ഒക്കെ കഴിഞ്ഞു, നീറ്റ് എക്സാമിനേഷൻ എഴുതി, 263 മാർക്കാണ് യദുവിന് കിട്ടിയത്. 263 മാർക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക? നീറ്റ് ഭയങ്കര പ്രശ്നമാണ്. 250, 260 മാർക്കൊക്കെ ഈ വർഷം കിട്ടിയ ഒരാൾക്ക് അടുത്ത വർഷം എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങളെ മാത്രമല്ല, കേരളത്തിലെ സകലമാന ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഇവിടുത്തെ പാരൻ്റൽ ഓഡിയൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും നിങ്ങളുടെയും ഒക്കെ ധാരണ അതാ. ഈ മാർക്കും കൊണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതാണ്ട് ഒരു 450, 500 മാർക്ക് ഈ വർഷം നീറ്റിന് വാങ്ങിയാൽ അടുത്ത വർഷം നമുക്കൊരു 600 കടത്താം. ഈ ചിന്തയിലാണ് നമ്മളെപ്പോഴും ഇരിക്കുക. ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. സൈല എപ്പോഴും അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും എന്നാൽ പ്രൂഫ് തരൂ എന്നൊക്കെ നിങ്ങൾ പറയും. പ്രൂഫ് സ്ഥിരമായി തന്നുകൊണ്ടിരിക്കാറുണ്ട്. എന്നാലും ഈ ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ഏതോനും ടെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു അപ്പം തോന്നിയിരുന്നത്? അല്ല, റിപ്പീറ്റ് ചെയ്യുമ്പോഴായാലും ഇത് തന്നെയായിരുന്നു ടെൻഷൻ. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലേ? ഇവിടെ നിന്ന് എങ്ങനെയാണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഇത് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അതിന് മൊത്തം കാരണം ഈ മാർക്കായിരിക്കും അല്ലേ? നമ്മളെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചൊരു വലിയ പ്രശ്നമാണ്. ഈ കുട്ടികളുടെ ഒക്കെ യദുവിനെ പോലെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ കൺഫ്യൂഷൻ ഉണ്ട്. എൻട്രൻസ് കോഴ്സ് ചേരുമ്പം മാത്രമല്ല ഈ കൺഫ്യൂഷൻ ഉള്ളത്, ചേർന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച ഈ ശീലം ഇവരിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അയ്യോ, എനിക്ക് 260 മാർക്കല്ലേ ഉള്ളൂ, ഞാൻ എത്ര പഠിച്ചാലും ചിന്തിക്കും ഞാൻ അടുത്ത പ്രാവശ്യം നീറ്റ് ക്രാക്ക് ചെയ്യോ, എൻ്റെ മാർക്കുള്ള ആൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ യദുവിനെ? യദുവിൻ്റെ നാട്ടിലുള്ള ട്യൂഷൻ സെൻ്ററുള്ള ആളുകൾ അല്ലേ? റുഫൈസ് സാർ. എങ്ങനെയാണ് റുഫൈസ് സാറിനെ പരിചയം? സാർ എന്ന് വെച്ചാൽ +1 +2 ട്യൂഷൻ എനിക്ക് എടുത്തിട്ടുണ്ട് അവിടെ നാട്ടിലെ സെന്ററിൽ. അങ്ങനെയാണ് റുഫൈസ് സാർ ആ സമയത്തുള്ള പരിചയം. അതിനുശേഷം റുഫൈസ് സാർ സൈലത്തിലേക്ക് വന്നു അല്ലേ? പിന്നെ റുഫൈസ് സാറാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്നൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉള്ള ആളുകൾ? അവരൊക്കെ എപ്പോഴും കോൺഫിഡൻസ് തന്നിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് തന്നെ അവിടുന്ന് ഒരു സാറിനോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, നീ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്ക്, റിപ്പീറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ പോയിക്കോ. കുറച്ച് ആലോചിച്ച് ഒരു ഡിസിഷൻ എടുത്ത് വന്നിട്ട് റുഫൈസ് സാറിനെ വിളിച്ചു. സാറിങ്ങനെ പറഞ്ഞു, ഞാൻ സൈലത്തിലോട്ട് വാ, അതും തൃശ്ശൂരാക്കി തരാം. അപ്പോൾ ദിനേശ് സാറുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്, അപ്പോൾ പിന്നെ ഞാൻ ആളെ ആക്കി തരാമെന്ന് പറഞ്ഞു. ദിനേഷ് സാറാണ് സൈലത്തിലെ നമ്മളുടെ അക്കാഡമിക് കോർഡിനേറ്റർ തൃശ്ശൂർ സൈലത്തിൻ്റെ. ദിനേഷ് സാറിൻ്റെ പേര് റുഫൈസ് സാറ് പ്രപ്പോസ് ചെയ്തു അല്ലേ? എന്നാൽ ഈ മോഹം ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ഡോക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഈ ഒരു പ്രത്യേക സന്നിഗ്ധാവസ്ഥയിൽ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു. വീട്ടിലുള്ളവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തി അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ എന്താണോ ചെയ്യാൻ വേണ്ടി താല്പര്യം അതിന്റെ പിന്നിൽ നിൽക്കും. അനിയത്തി എത്രാം ക്ലാസ്സിലാ? ഇപ്പൊ 8ൽ. പഠിക്കുമോ നന്നായിട്ട്? അത്യാവശ്യം. അനിയത്തിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ? ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ യദുവിന്റെ മാർക്ക് എവിടെ എത്തി എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതിലേക്ക് ഞാൻ വരാം. അതവിടെ ഇരിക്കട്ടെ. എവിടെ എത്തി എന്നുള്ള ചോദ്യം അവിടെ കിടക്കട്ടെ.
അങ്ങനെ റുഫൈ സാർ ഞങ്ങളുടെ മാത്സ് അധ്യാപകനാണ് സൈലത്തിൽ റുഫൈ സാറ്. സൈലത്തിൽ വരുന്നതിന് മുമ്പേ യദുവിൻ്റെ നാട്ടിൽ ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. ആ സമയത്ത് യദുവിനെ പഠിപ്പിച്ച മാഷാണ് റുഫൈ സാർ. റുഫൈ സാറാണ് യദുവിനോട് പറയുന്നത് ചെയ്യേണ്ട, ഇപ്പോൾ ഈ 260 മാർക്കേ ഉള്ളൂ എങ്കിലും മോൻ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, സൈലം ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ സൈലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദിനേഷ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ പഠിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പഠിച്ച് തുടങ്ങിയപ്പോഴൊക്കെയുള്ള അവസ്ഥ? തുടങ്ങിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. പിന്നെ റിപ്പീറ്റേഴ്സ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അവരിങ്ങനെ പറയും ക്വസ്റ്റ്യൻസ് അധികം ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യലുണ്ടായിട്ടാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ് കാണും. പിന്നെ ബാക്കിയുള്ള ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങും. ആ ദിവസം അപ്പോൾ അങ്ങനെ ശരിക്കും ഉപകാരമായിട്ടുണ്ടാവും അല്ലെ ഹൈബ്രിഡിലെ ഈ ആൾട്ടർനേറ്റ് ഡേ? ഫസ്റ്റൊക്കെ ഞാൻ ഒരു ഫുൾ ഡേ എടുക്കും വീഡിയോ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ പിന്നെ മനസ്സിലായി ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. വീഡിയോ ക്ലാസ് വേഗം കണ്ടിട്ട് 1.5x ഇട്ടിട്ട് വീഡിയോ ക്ലാസ് ചെയ്യാൻ തീർത്ത് ഒരു ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം ഉള്ളിൽ തീർത്തിട്ട് പിന്നെ ഇത് ക്വസ്റ്റ്യൻസ്. എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആഴ്ചയിൽ 6 ദിവസവും ക്ലാസ്സിലായിരിക്കും. എന്നിട്ട് 7ാമത്തെ ഒരു ദിവസമാണ് നമുക്ക് ലീവ് കിട്ടുക. ഈ 6 ദിവസം പഠിപ്പിച്ചൊന്നും 7ാമത്തെ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ബാക്ക്ലോഗ്സ് ആയിരിക്കും. ഒരു കൊല്ലത്തിൽ ഒരു ദിവസം പോലും പ്രോപ്പറായി പഠിക്കാതെ കടന്നു പോകും. എന്നിട്ട് ഇയർ എൻഡ് എത്തുമ്പോൾ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ സമയം കിട്ടില്ല, എല്ലാ പാഠങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല, പരീക്ഷ എഴുതി നോക്കാൻ സമയം കിട്ടില്ല. ടൈം മാനേജ്മെൻറ്റ് ശീലിക്കാതെ പ്രോപ്പർ റിവൈസും ചെയ്യാതെ എക്സാം എഴുതാൻ പോകുന്ന ടോട്ടലി ഇൻകംപ്ലീറ്റായ സ്റ്റുഡൻസിനെയാണ് പലപ്പോഴും നമ്മളുടെ കോച്ചിങ് ഇൻഡസ്ട്രി ഉണ്ടാക്കാറുള്ളത്. ആ ഇൻഡസ്ട്രിയുടെ ശീലമാണ് ഈ വർഷം 550, 490, 475 ഒക്കെ കിട്ടിയാൽ അടുത്ത വർഷം 600 കിട്ടും എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർ എൻട്രൻസിൻ്റെ ട്രാക്കിലാണുള്ളത്. അങ്ങനെ ട്രാക്കിലല്ലാത്തയാൾക്ക് ഈ നോർമൽ എൻട്രൻസ് കോച്ചിങ് സിസ്റ്റം ഭയങ്കര പ്രശ്നമാണ്. ഒന്നത് പരമ ബോറടിയാണ്, 2 അതുണ്ടാക്കുന്ന ഒരു ടെൻഷൻ ഭയങ്കര കൂടുതലാണ്. നേരെ മറിച്ച് യദു ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഹൈബ്രിഡ് സംവിധാനത്തിൽ നമ്മൾ വരുമ്പോൾ ഒരു ഗുണം, നമുക്ക് ഈ ഒന്നിടവിട്ട ദിവസം മാത്രം ആ ക്ലാസ് റൂമിൽ വന്നിരിക്കേണ്ടത് അല്ലേ. ഈ ആൾട്ടർനേറ്റ് ഡേ അതിനെക്കുറിച്ചാണ്, ക്ലാസ് റൂമിനെ കുറിച്ച് പോലും യദു പറഞ്ഞത്. ക്ലാസ് റൂമിൽ വന്ന് ഇരിക്കേണ്ടാത്ത ദിവസത്തിനെ കുറിച്ചാണ് യദു ഇപ്പോൾ പറഞ്ഞ്. ആ ദിവസം നിങ്ങൾക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചർ എടുക്കുന്ന കോൺസെപ്റ്റ് വീഡിയോ ക്ലാസ് ആയിട്ട് തരും. അപ്പോൾ ആ വീഡിയോ ക്ലാസ് ഓടിച്ച് കണ്ടിട്ട് ആ ദിവസം ത്രൂ ഔട്ട് ഇരുന്ന് സെൽഫ് സ്റ്റഡിയാണ്, സ്വയം വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേ സ്വയം വർക്ക് ചെയ്താണ് നാം നമ്മളുടെ എക്സ്ക്ലൂസിവിറ്റി അഡ്രസ്സ് ചെയ്യുക. യദുവിൻ്റെ ശീലങ്ങൾ യദുവിന് മാത്രമായിരിക്കും, യദുവിൻ്റെ തൊട്ടടുത്തിരിക്കുന്നയാൾക്ക് വേറെ ശീലമായിരിക്കും. അപ്പോൾ യദു ആരാണെന്ന് സ്വയം കണ്ടെത്താനുള്ള ദിവസമാണ് ഈ ആൾട്ടർനേറ്റ് ഡേ എന്ന് പറയുന്നത്. ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസം നമുക്കുണ്ട് എന്നതാണ്. സഹായിച്ചിരുന്നോ ഹോസ്റ്റലിൽ കൂടെയുള്ള ആളുകളൊക്കെ? ഒരുപാട് റിപ്പീറ്റേഴ്സ്. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുടെ പോയി ചോദിക്കും. അവരും ഇരുന്ന് പഠിക്കുമായിരുന്നു നന്നായിട്ട്. ഹോസ്റ്റൽ അന്തരീക്ഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഭയങ്കര കാമായിരുന്നു, പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫസ്റ്റ് ഹോസ്റ്റൽ. ഏത് ഹോസ്റ്റലിലായിരുന്നു? ഞാൻ ഡ്രീംസിലായിരുന്നു. ഡ്രീംസ് ഹോസ്റ്റലിൽ ലാസ്റ്റ് ഒരു 4 months ആണ് വിജയിലോട്ട്. ബാക്കിയെല്ലാം ഡ്രീംസ് ഹോസ്റ്റലിലുണ്ടായിരുന്നു. അവിടെ ടീച്ചേഴ്സൊക്കെ വരുമായിരുന്നു? ടീച്ചേഴ്സൊക്കെ വരാറുണ്ടായിരുന്നു. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ ടീച്ചേഴ്സും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ എല്ലാവരും ഒക്കെ ആയിരുന്നു. എല്ലാവരും റിസൾട്ടൊക്കെ ആയതിനു ശേഷം അറിഞ്ഞോ? മോൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞു? ഞാൻ ദിനേശ് സാറിനെ വിളിച്ചു, പിന്നെ റുഫൈ സാറിനെ വിളിച്ചു. വേറെ ടീച്ചേഴ്സിനെ ആരും അധികം വിളിച്ചിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവരെല്ലാവരും അല്ലേ? അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലുമായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെ യദു പഠിച്ചു ഒരു കൊല്ലം പഠിച്ചിട്ട് യദുവിന് ഇപ്പോൾ വന്നിരിക്കുന്ന മാർക്ക് ഒഫീഷ്യലി ഔട്ട് ചെയ്യാത്തത് കൊണ്ട് മാർക്ക് നമ്മൾ പറയണ്ട. എന്നാലും ഏത് റേഞ്ചിലാണെന്ന് യദു തന്നെ പറയും. ഏത് മാർക്കിനടുത്തുണ്ട്? 700ന് തൊട്ടടുത്തുണ്ട്. 700 ഇല്ല, അതിനടുത്തുണ്ട്. അതിനടുത്ത് എത്ര എന്ന് യദു പറയില്ല, അത് പറയണ്ട നമ്മൾ. പക്ഷേ 700 മാർക്കിനടുത്തുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് 263 മാർക്കിൽ നിന്നാണ് 700 മാർക്ക് വരെ എത്തുന്ന ദൂരം ഒരു വർഷം കൊണ്ട് യദു പോയത്. അപ്പോൾ 550ഉം 590ഉം 490 മാർക്ക് കിട്ടുന്നവർ റിപ്പീറ്റ് ചെയ്തെത്തിക്കുന്ന മാർക്കല്ല ഇത് എന്ന റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ 260 വലിയ 260. അതിനെ നിങ്ങളൊരു പ്രോപ്പർ കോച്ചിങ് സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയാൽ പ്ലസ് ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ അതിനെക്കുറിച്ചാണ് പറയുക. കോച്ചിങ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ 260 മാർക്കല്ല, നിങ്ങൾക്ക് 560 മാർക്ക് ഉണ്ടായാലും എൻട്രൻസ് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ദിശാബോധം വേണം,
ആത്മാർത്ഥത വേണം, കിട്ടണം എന്നുള്ള പാഷൻ ഉണ്ടായിരുന്നില്ലേ എപ്പോഴും, അല്ലേ? കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം ഒരു നല്ല ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ലേ? അത് ഭയങ്കര പ്രധാനമാണ്. നിങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്ന അപാരമായ ആഗ്രഹം മാത്രമാണ് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുക. മാർക്കിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഈ LMRP ആയാലും ഫസ്റ്റ് ഒക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴായാലും ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. ദിനേശ് സാർ ഇപ്പോൾ ഫിസിക്സിനെല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ആയ ദിനേശ് സാർ അപ്പോൾ വരും, എന്നിട്ട് പറയും ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ എന്തോ ടഫ് ഉണ്ടായതിന് കേട്ടു, അതൊന്നും കാര്യമാക്കണ്ട, അത് ചെയ്താൽ മതി, ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം, ഇനി അടുത്ത പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇത് തെറ്റിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി. ഇപ്പോഴും പോസിറ്റീവായി പറഞ്ഞിരുന്നു അല്ലേ? പിന്നെ വളരെ പ്രധാനം യദു ഇപ്പോൾ പറയുന്ന പോയിന്റ്, ഈ 260 300 മാർക്ക് നീറ്റിന് വാങ്ങിയിട്ട് വരുന്ന ആളുകൾക്ക് കേരളത്തിൽ കിട്ടാതെ പോകുന്നത് കെയറും ഫോളോ അപ്പും ഒക്കെയാണ്. എപ്പോഴും ഭയങ്കര മാർക്കൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ മാത്രം നമ്മളങ്ങ് കെയർ ചെയ്ത് കളയും. മറിച്ച് ഇപ്പോൾ കുട്ടിക്ക് ആത്മാർത്ഥതയുണ്ടോ, ഇപ്പോൾ കുട്ടി സ്കോർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവില്ല. അണ്ടർ എസ്റ്റിമേഷൻ്റെ ഒരു ഭയങ്കര പ്രശ്നം ഈ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിനേശ് സാറ് ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് യദു പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, യദു ഏത് മാർക്ക് നീറ്റിന് വാങ്ങി വന്നു എന്നുള്ളതല്ല പ്രധാനം. യദു ഇപ്പോൾ എങ്ങനെ പഠിക്കാൻ തയ്യാറാവുന്നു, ഇപ്പോൾ എങ്ങനെ സ്കോർ ചെയ്യുന്നു എന്ന് നോക്കിയാണ് അവൻ ഫ്ലക്ച്വേഷൻ സംഭവിക്കുമ്പോൾ, മാർക്ക് കുറഞ്ഞു പോകുമ്പോഴൊക്കെ പേടിക്കണ്ട, ഈ തെറ്റ് അടുത്ത എക്സാമിന് വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു ടീച്ചറും ഒരു സംവിധാനവും ഒക്കെ കൂടെ നടക്കുന്നത്. അങ്ങനെ നടന്നു സൈലത്തിൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററും സൈലവും എന്നത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. അങ്ങനെ നടക്കാൻ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷം കൂടെ ഇത് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഹാപ്പി ആയിരുന്നു മൊത്തം സൈലത്തിലുള്ള ജീവിതം? പോകുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടോ? കുറച്ച്. എങ്ങനെ ഉണ്ട് അവിടുത്തെ വാർഡനും മെൻറ്ററൊക്കെ? എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ടായിരുന്നു. മെൻറ്റേഴ്സ് ആയും ലാസ്റ്റ് ഇപ്പോൾ വിജയിലോട്ട് മാറിയപ്പോൾ അവിടുത്തെ മെൻറ്റേഴ്സ് ഫുൾ ടൈം അവിടെ തന്നെ. നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും പുറത്തു പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞപ്പോൾ വാങ്ങിച്ചു തരും. ആണല്ലേ? അത്രയും കൂടെ നിന്നിരുന്നു. രാവിലെ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നോക്കി എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ നോക്കി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടെ നിന്ന മെൻറ്റേഴ്സിന്, അങ്ങനെ കൂടെ നിന്ന വാർഡന്മാർക്ക്, കൂടെ നിന്ന ടീച്ചേഴ്സിനൊക്കെ അഭിമാനിക്കാവുന്ന നേട്ടത്തിലേക്കാണ് യദു വന്ന് നിൽക്കുന്നത്. അങ്ങനെ യദുവിൻ്റെ റിസൾട്ടിനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇത് കേരളത്തിനൊരു വലിയ പാഠമാണ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്, പലപ്പോഴും എനിക്ക് കിട്ടുമോ എന്ന് ഇവരെ പേടിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടെ നടന്ന പ്രചരണമാണ് ചില ആളുകൾക്ക് മാത്രമേ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയൂ എന്നത്. അല്പമെങ്കിലും നമ്മളുടെ മാർക്ക് താഴോട്ട് പോകുന്നതിന് കാരണം സത്യത്തിൽ ഈ പേടിയല്ലേ? അല്ലേ? ആ കോൺഫിഡൻസ് കുറവിന് കാരണമാവുന്ന രൂപത്തിൽ ഈ നിൽക്കുന്ന ഒരു ട്രഡീഷൻ അല്ലേ സത്യത്തിൽ ഇവിടുത്തെ കുഴപ്പം, അല്ലേ? അതും കൂടെ മാറിയാൽ ആർക്കും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്ന ഒരു തോന്നൽ യദുവിനില്ലേ? സൈലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. യദുവിനെ കൂടെ ഇരുത്തി നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തുടങ്ങുമ്പോഴേ സൈലം ശ്രമിച്ചത് മുഴുവൻ ഈ ശീലത്തെ തകർക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കും എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴവർക്ക് ചിലപ്പോൾ വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവരാത്മാർത്ഥമായി പഠിച്ച് അടുത്ത വർഷം എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ശേഷിയുള്ള കുട്ടികളാണ്. 260 അവർ 700-ലെത്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ തോറ്റവരെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തിപ്പോൾ സംസാരിക്കുന്നത്. എൻട്രൻസ് കിട്ടിയ ഒരാൾക്കൊപ്പം ഇരുന്ന് 700-നടുത്ത് മാർക്ക് സ്കോർ ചെയ്ത ഒരാൾക്കൊപ്പം ഇരുന്ന് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് വിജയത്തിനെയല്ല, ഈ വട്ടം നിങ്ങളെത്തിയ 260-കളെയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ വട്ടം 700 എത്തിയവരെ അല്ല ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ വട്ടം 260-ൽ നിൽക്കുന്നവർക്ക് അഭിമാനിക്കാം. നിങ്ങൾ നാളെ യദു ആണ് എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. താങ്ക് യു.